പ്രിയ പ്രേക്ഷകരെ, നേഷൻ ന്യൂസ് ലൈവ് സ്വാഗതം ചെയ്യുന്നു ഫാക്ട് ചെക്കിലേക്ക്. ഇന്ന് ഫാക്ട് ചെക്ക് ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA സ്ഥാനത്തെക്കുറിച്ചാണ്. MLA സ്ഥാനത്തെക്കുറിച്ച് ഉയരുന്ന സോഷ്യൽ മീഡിയയിലെ ചോദ്യങ്ങളെക്കുറിച്ചാണ്. നിയമം ഒരുപോലെയാണോ, അല്ലെങ്കിൽ ചിലർക്കായി മാത്രം മാറുന്ന ഒന്നാണോ എന്നതാണ് ചോദ്യം. മുൻപ് മുകേഷിനും എൽദോസ് കുന്നപ്പള്ളിക്കും M. വിൻസെന്റിനുമെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങൾക്കിടയിൽ പോലും മൗനം പാലിച്ചിരുന്ന എത്തിക്സ് കമ്മിറ്റി ഇപ്പോൾ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സജീവമാകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യവും ഉയരുന്നു. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ ഒരു MLA-യെ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്നതിന് മുൻപേ നിയമസഭാ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് മറ്റൊന്ന് വരുന്നത്. അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ അത് അനീതിയാകുമോ, അല്ലെങ്കിൽ ജനവിധിയെ മറികടക്കുന്ന രാഷ്ട്രീയ ശിക്ഷയാകുമോ ഇത്? ഒരു മാതൃകാ ശിക്ഷയാകുമോ ഇത്? സഭയ്ക്ക് പുറത്ത് നടന്ന ഒരു ക്രിമിനൽ കേസിൽ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് എത്രത്തോളം ഇടപെടാൻ കഴിയുമെന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ലാത്ത സാഹചര്യത്തിലാണ് രാഹുലിന് കൊമ്പുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നത്. മുൻകാലങ്ങളിൽ കീഴ്വഴക്കമില്ലാതിരുന്ന ഒരു നടപടി ഇപ്പോൾ മാത്രം നടപ്പാക്കാൻ ശ്രമിക്കുന്നത് നിയമത്തിന്റെ ആത്മാവിനെതിരായ നടപടിയാകുമോ, നിയമത്തിന് അനുകൂലമാകുമോ? നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ 5 മാസം മാത്രം ബാക്കി നിൽക്കെ തിരഞ്ഞെടുപ്പ് വാതിൽക്കൽ വന്നു നിൽക്കുന്ന ഈ സമയത്ത് ഒരു MLA-യെ പുറത്താക്കാനുള്ള ധൃതി പിടിച്ച നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തെ പുതിയൊരു തരത്തിലേക്ക്, ഭരണഘടനാ ധാർമ്മിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമോ എന്ന ചോദ്യവും ഉയരുന്നു. കോടതി വിധിക്ക് മുമ്പേ നിയമസഭാ വിധി ഉണ്ടാകുമോ എന്ന ചോദ്യവും പ്രസക്തമാകുന്നു. മുൻ കേസുകളിലെ മൗനം ഇന്നത്തെ ആവേശത്തിന് മറുപടിയാകുമോ? ഈ നീക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ശിക്ഷയാണോ, അല്ലെങ്കിൽ നാളെ എത്താവുന്ന എല്ലാ MLA-മാർക്കുമുള്ള മുന്നറിയിപ്പാകുമോ? കേരള നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ വലിയ ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് ഈ അയോഗ്യനാക്കൽ എന്ന നീക്കം. എന്തുതന്നെയായാലും പ്രിയ പ്രേക്ഷകർ, ഫാക്ട് ചെക്കിലെ ഈ മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നേഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.